ഹായ് ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിതാ ചായ ഇങ്ങനെ റെഡിയാക്കാണ്. രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനത്തെ ചോറിന് ഒന്ന് പുറത്താൻ വെച്ചിരിക്കുന്നത്. ഈ വിറക് നിറയെ ചാരാണ് കേട്ടോ. ഫുള്ള് വരുന്നുണ്ട്. വാരിക്കൊന്ന് പിന്നെ ഇങ്ങനെ സ്പ്രെഡ് ആകുകയാണ്. ഇന്നത്തെ ഈ പ്രാവശ്യം റേഷൻ അരി ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് നല്ല അരിയാണ് കേട്ടോ. നല്ല ഒരു ചെറിയ ചെറിയ അരി കേട്ടോ. നമ്മൾ ആട്ടപ്പൊടി വെച്ച് തന്നിട്ടൊന്ന് ദോശ ഉണ്ടാക്കുന്ന അരി ഇടാനൊക്കെ മറന്നുപോയി. അങ്ങനെ ഇന്ന് നമ്മൾ റവ ഉപ്പുമാവ് വേണ്ടെന്ന് പറഞ്ഞ് അന്നേരം ഉപ്പുമാവ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ശരി അന്നേരം മീൻകറിയാണ്. അന്നേരം പുളിമുളക് ഇട്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ദോശയൊക്കെ ആകുമ്പോൾ അങ്ങനെ പോയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സെയിം ക്വാണ്ടിറ്റി ആട്ടപ്പൊടിക്ക് സെയിം ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈക്വൽ റേഷ്യോയിലെടുത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ചുട്ടു എടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് ഇങ്ങനെ ചപ്പാത്തി പോലെ പൊന്തി വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഓർത്തിട്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം എന്നും വിചാരിച്ചുകൊണ്ടാണ് അരിയിടാൻ മറന്നുപോയി സത്യത്തിലും. അപ്പോൾ ഇതാണ് ഓർമ്മ വന്നത്. അങ്ങനെ അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇതാ നമ്മളെ ഗോതമ്പൊക്കെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു തുള്ളി എണ്ണയും കൂടി ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മാവിനകത്ത്. അപ്പോഴാണ് പൊന്തി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് ചുട്ട് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ആ മാവൊക്കെ നന്നായി കുഴച്ചെടുക്കുന്നത്, കട്ടയൊന്നും ഇല്ലാണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തവി വെച്ചിട്ടാണ്. തവിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. ലേശം വെള്ളം അങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വീണോളൂ. അങ്ങനെ ഒന്ന് വെള്ളമൊഴിച്ച് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ദോശ ഇടുമ്പോൾ സാധാ ചുട്ടെടുക്കുക കേട്ടോ. ഒരു ലേശം എണ്ണയും കൂടി ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ നമ്മൾ പറയും പോലെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. ഒന്ന് പറ്റിയ ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ചെടുക്കാം. ഗോതമ്പിൻ്റെ ദോശ ആയതുകൊണ്ട് നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇതാ പെട്ടെന്ന് റെഡിയാകുന്ന പരിപാടിയാണ്. ഗോതമ്പിൻ്റെ ദോശയാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളുമല്ലോ അല്ലേ. മൂടിയൊന്നും വെക്കണ്ട. അത് കഴിഞ്ഞ് ലേശം ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ലേശം പപ്പടമുണ്ട്. വെറൈറ്റി ആയിട്ട് കറി വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു ഉള്ളി, ലേശം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പപ്പടം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് തക്കാളി ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മളെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിലേക്ക് ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ അത് വീഡിയോ ചെറിയ വീഡിയോ ആയിപ്പോയി. അങ്ങനെ ഈ വീഡിയോയിൽ കൂടെ ലേശം വീഡിയോ എടുത്ത് ലെങ്ത് ആക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ നമ്മൾ എടുത്തതാണേ. അങ്ങനെ ഇതാ നമ്മൾ അമ്മമ്മ വിളിക്കുന്നേ. തക്കാളി ഉള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതിനകത്ത് അരിഞ്ഞിടുന്നുണ്ട്. ലേശമാണ് വെക്കുന്നത് കേട്ടോ. നമുക്ക് ലേശം വേണ്ടുള്ളൂ. വൈകുന്നേരം മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മീൻ കറി വയ്ക്കും. ഈ കറി തന്നെ ആരും കൂട്ടത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. പീസായിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് വറുക്കുക കേട്ടോ. പീസാക്കിയിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പപ്പടം പൊട്ടിച്ചെടുത്താലും മതി. നമ്മൾ ആ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് ഇളക്കി കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴണ്ട് വരുമ്പോൾ മസാലകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ലേശം മല്ലിപ്പൊടി കൂടുതലിടണം, എന്നാലാണ് വേറെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ലേശം തോന്നിടുക. ലേശം മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ്. കപ്പയെന്ന് പറയുമ്പോഴത്തേക്കും കറിയാവേ വേറെ പരിപാടി ഒന്നുമില്ല. തക്കാളി ഉള്ളി വഴണ്ടി കിട്ടുന്നതിന് മാത്രമേ വേണ്ടുള്ളൂ. അങ്ങനെതാ നമ്മൾ ഫുള്ള് വഴറ്റി എടുക്കുന്നുണ്ട്. മസാലേൻ്റെ ഇതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കാളീൻ്റെ പച്ചക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളിയും കൂടി ചെറുങ്ങനൊന്ന് വാടിയാൽ മതി. അധികം വാടുക. അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് നിൽക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സാക്കുക. പക്ഷേ കരിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിയെന്ന് റെഡിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടിനെ കഴിക്കും. അത് മാത്രം മതി കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു. ബൈ.